ഗൈസ് നമ്മളിന്ന് പോകാൻ പോണ ഒരു കിടിലൻ റൈഡായിട്ടാ പോകാൻ പോണേ. നോക്കിയേ, നമ്മുടെ മുമ്പിലിരിക്കുന്ന CB350 കേട്ടാ. എൻ്റെ മോനെ, നമ്മുടെ പല വണ്ടികളായിട്ട് നിങ്ങൾക്ക് സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മോഡലായിട്ട് ഏറ്റവും പുതിയ ഹോണ്ടയുടെ CB350 കിണ്ണ സാധനം. നമുക്കൊരു റൈഡ് പോയേക്കാലോ. എങ്ങനെയുണ്ട് ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ സസ്പെൻഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടെ ഒന്ന് നോക്കി നോക്കാട്ടാ. നമുക്ക് ആദ്യം തന്നെ വണ്ടി ഓൺ ആക്കിക്കോ. നമ്മൾ ഇന്നൊരു ചെറിയൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് പോകുന്നത്. നല്ലൊരു പക്ക ഒരു റബ്ബറൈസർ റോട്ടി കൂടിയും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു കുണ്ടും കുഴിയുള്ള റോട്ടി കൂടെയാണ് പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡൊക്കെ എടുത്തു. എനിക്ക് ഇതിൻ്റെ ഹോണൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. എൻ്റെ മോനെ, ആ സൗണ്ട് നോട്ട് നോക്കി നിങ്ങൾക്ക് എന്തോരം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടില്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് നോക്കി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഡബിൾ വെച്ചിട്ടാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ പോകണം. ബാക്കിൽ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് നോക്കി നോക്കാം. സാധാരണ എല്ലാവരും സിംഗിൾ റൈഡുകൾ പോയിട്ടല്ല നമ്മൾ കംഫർട്ട് നോക്കാം. നമ്മൾ രണ്ടാൾ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ തൃശ്ശൂരിലുള്ള ജോൺസ് ഹോണ്ടയാണ് നമുക്ക് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടീഷൻസ് നോക്കി നോക്കാം. ആദ്യം ഒന്ന് ചെക്കനൊന്ന് മൂളിച്ച് നോക്കിയാലോ, എന്നിട്ട് കാണാം ഇവൻ്റെ ബാക്കിയുള്ള കംഫർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. എൻ്റെ മോനെ, ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ട് തന്നെ വാഹനം കയറുന്നുണ്ടാ. നോക്കിയേ, പൊള്ളി. ഓ, ഇത്രയും വലിയൊരു 187 കിലോഗ്രാമുള്ള ഒരു വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് കിടക്കണമെന്ന് നമുക്ക് യാതൊരു രീതിക്കും തോന്നില്ല കേട്ടാ. അതുപോലെ തന്നെ നല്ല സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്താലും ആ കയ്യിലിരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. തെന്നി പോകാനോ കറക്റ്റ് ട്രാക്ഷൻ ആക്ട് ചെയ്തിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. തെന്നാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ഈ റോട്ടിയോട് സിമ്പിളായിട്ട് ഏത് റോട്ടിയോട് കൊണ്ടുനടക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹിമാലയൊക്കെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും ഇവനെ കൊണ്ടൊക്കെ. നോക്കി മൂളിച്ചങ്ങോട്ട് കയറണമൊക്കെ. അയ്യവാ, എന്നിട്ട് റൈഡിങ് കംഫർട്ട് എന്ന് പറയൂ. നിങ്ങളത് ഇത് ഓടിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് എൻ്റെ പക്ക റൈഡിങ് കംഫർട്ടും കാര്യങ്ങളും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ. നോക്കി പോകണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 50 ഗിയറിലൊക്കെ ഒരു 100ന്റെ മുകളിൽ സിമ്പിളായിട്ട് കമത്തി കൊണ്ടുപോകാൻ പറ്റും വണ്ടി. അതുമാത്രമല്ല പിടിച്ചെടുത്തുണ്ട്. ഹൈനസ് CB350 ആയിട്ട് യാതൊരു കമ്പാരിസൺ ഇല്ല കേട്ടോ. പക്ക വേറെ വണ്ടിയായിട്ടാണ് സംഭവം ഇറക്കിയേക്കണേ. പിന്നെ അത് മാത്രമല്ല 2-3 മെയിൻ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ വാഹനത്തിൽ. മഡ് ഫ്ലാപ്പിന് വീതി കൂടി, അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടിൻ്റെ പൈപ്പിൻ്റെ ലെങ്ത്ത് കൂടി. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതുമാത്രമല്ല എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ടും ഒരുപാട് ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി, പക്ക റിഫൈൻമെൻറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പക്ക റിഫൈൻമെൻറ്റ് എഞ്ചിൻ്റെ. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകുമ്പോൾ ഏത് ഗിയറിലാണ് നോക്കിങ് വരണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു 50 ഗിയറിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് ഏതൊരു ടച്ചിൽ വെച്ചിട്ടാണ് കിട്ടണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ട, അപ്പോൾ നമ്മൾ 50 ഗിയറിലാണ് പോകണം. ഏകദേശം നമുക്ക് 40 km/h വരെ ലോ സ്പീഡിൽ എഞ്ചിൻ കുത്താണ്ട് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴേക്ക് പോയാൽ എഞ്ചിൻ ഇടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്രയും പവറും ഇത്രയും വെയിറ്റുള്ളൊരു വാഹനം ആ 40ന്റെ താഴേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൂടെ. പിന്നെ ഫ്രണ്ടിലത്തെ വൈസറൊക്കെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പെടച്ച് പോകുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് വാഹനം. അത് മാത്രമല്ല ടയറിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ലെവലാണ്. എന്നുവെച്ചാൽ നമ്മൾ ഏത് കർവിൽ എങ്ങനെ വേണേലും പോയാലും യാതൊരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നം നമുക്ക് ഫീൽ ആവുന്നില്ല കേട്ടോ. വാഹനത്തിന് കൃത്യമായിട്ട് കിണ്ണം കാഴ്ചയായിട്ട് നമ്മുടെ കയ്യിൽ വണ്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം കയറി പോകാനായാലും ഗിയർ ഷിഫ്റ്റിങ് അധികം വേണ്ട കാര്യമില്ല. 3rd ഗിയറിൽ തന്നെ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഹോണ്ടയുടെ CB350 2 വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വരണം. ഒന്ന് ഡീലക്സും പിന്നെ ഡീലക്സ് പ്രോ ആയിട്ടും. എൻ്റെ മോനെ, ഒരു പക്ക നമ്മുടെ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഡീലക്സ് പ്രോ എടുത്താൽ മതി. ഒരു 3000 രൂപയുടെ വ്യത്യാസത്തിന് ഫുൾ ഓപ്ഷൻ വണ്ടി ഇറക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഹോൺ ഇഷ്ടമായിട്ടാ. നോക്കി ഹോൺ ഇങ്ങനെ അടിപൊളിയില്ല. ഒരു വേറൊരു ചിഹ്നം വിളിക്കുന്ന ഒച്ചിൻ്റെ കേട്ടോ. നല്ല രസമുണ്ട്, ക്വാളിറ്റി അടിപൊളിയുണ്ട്. പിന്നെ നമ്മൾ ഈ ഗട്ടറിലൊക്കെ ഇറക്കി വെക്കാൻ പോട്ടെ സസ്പെൻഷൻ. നമ്മൾ 2 പേരെ വെച്ചിട്ട് ഈ കുഴി കൂടെ ഇറക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ല എന്നാണ്. ഒരു പ്രശ്നമില്ല, നമ്മൾ അറിഞ്ഞു കൂടിയില്ല. അത്രയും പക്ക റിഫൈൻമെൻറ്റോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് ഇറക്കിയേക്കണം. പിന്നെ ഒരു വലിയ കാര്യം പറയാനുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ വാഹനം കോപ്പി അടിച്ചിട്ട് ഇറക്കിയേക്കണ്ടെന്ന്. ഞാനത് ഏത് വാഹനം ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഹോണ്ടയുടെ 1967 CB77 എന്നുള്ളൊരു കിടിലൻ കിണ്ണങ്കാച്ചി സാധനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ CB350 ഇറക്കിയേക്കണം. അപ്പോൾ ഇനി ആരും കോപ്പിയുടെ മോഡലാന്ന് പറയരുത്. ഓരോ വാഹനം ഓരോ കമ്പനിക്കാർ ഇറക്കുന്നതും ആരും കോപ്പി അടിച്ചിട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവരുടെ പണ്ടത്തെ വെഹിക്കിളിൻ്റെ അപ്ഡേഷനായിട്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ ആൾക്കാരുടെ പല രീതിക്കാണ് വാഹനങ്ങൾ ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിക്കും കൂടെ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്.
എനിക്ക് ഇവൻ്റെ ഏറ്റവും തേർഡ് ഗിയർ ആട്ടോ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചങ്ങ് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ തേർഡ് ഗിയറിൽ. കൂടുതൽ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഇടുന്ന ആ ഒരു ഫീലേ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഒരു ചെറിയ വിരലുകൊണ്ട് നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും പക്ക സെറ്റപ്പോട് കൂടിയിട്ടാണ് വാഹനം ഇറക്കിയേക്കണം. കയറി പോകണമെങ്കിൽ നമ്മൾ കുറേ നേരം വാഹനം ഓടിച്ചിട്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കുറച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കാണിക്കാം. ഇത്രയും നേരം വാഹനം ഓടിച്ചിട്ട് ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു വൈബ്രേഷൻ ഇല്ല കേട്ടോ. കണ്ട നമ്മൾ ആ എടുക്കുമ്പോൾ നോക്കി യാതൊരു പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ക്രാഷ് ഗാർഡ് ഇടിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാരില്ല കേട്ടോ. അങ്ങോട്ട് തീയുണ്ട പോണ പോലെയാണ് വാഹനം കയറി പോണത് ഓരോ ഷിഫ്റ്റിലും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തോരം ഓടിച്ചാലും മതിയാവുന്നില്ല കേട്ടോ. ഒരു ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ സിമ്പിളായിട്ട് പോകാൻ പറ്റും. അടിപൊളിയായിട്ടില്ല സംഭവം. അങ്ങനെ നമ്മളൊന്ന് തിരിക്കാൻ പോട്ടെ. ഇവിടുന്ന് നമ്മൾ തിരിച്ചിട്ട് ഷോറൂമിലേക്ക് പോകാൻ പോവാണ്. ഓടിച്ചിട്ട് മതിയാവില്ല കേട്ടാ. നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്, നമുക്ക് ഒന്നും പറയാനില്ല. ഇത്രയും നാള് നമ്മൾ ഓടിച്ചുള്ള ഈ ഒരു കമ്പാരിസണിൽ ഓടിച്ചുള്ള പല വണ്ടികളും ഓടിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷനൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ തീരെ നമുക്ക് ഇത്രയും നേരം ഓടിച്ചിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടാ. നല്ല രസമായിട്ടൊരു സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല റിയൽ ഒരു മസിൽ മാൻ തന്നെ വിളിക്കാം. ആ മസിൽ മാൻ്റെ ഒരു കാര്യം ഞാൻ എന്താന്ന് പറയുക, എൻ്റെ മോനെ നോക്കി അടിപൊളിയില്ലേ കേരള കയറ്റം. നോക്കി നിങ്ങൾ പിടിച്ചു കൊടുത്തിട്ടാ. ഞാൻ ഈ മസിൽമാൻ എന്താ പറഞ്ഞതെന്ന് കാര്യം അറിയോ? ആ ടാങ്കൊക്കെ നോക്കി നിങ്ങൾ പക്ക അങ്ങനെ എന്തിട്ട് പറയാം, മസിൽ വീർത്തിരിക്കണ പോലെയാണ്. പക്ഷെ ഇത്രയും വലിയ ശരീരത്തിന് ഒരു സിമ്പിളായിട്ടുള്ള എഞ്ചിനാണ് വെച്ചേക്കണതെന്ന് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാട്ടാ. ഒരു 3 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള വാഹനമാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ, ഒരു പക്ക റെട്രോ മോഡലാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂശിക്കോട്ടെ, ഒന്നും നോക്കാമല്ല. 2,80,000 പക്ക മുതൽ സാധനം തന്നെ നമുക്ക് വിളിക്കാം. വണ്ടി നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. ആ ലെങ്ത്തിനനുസരിച്ചുള്ള കംഫർട്ടും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും എല്ലാം കൂടി കൊടുത്തിട്ടാണ് നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ CB350 ഇറക്കിക്കണേ. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വീഡിയോസിനെ.